അനുഗ്രഹാശീർവാദം വാങ്ങാൻ ഉമ്മൻ കോരുത്ത് എന്ന നിയുക്ത അധ്യാപകൻ തിരുമേനിയുടെ അടുത്തു ചെന്നപ്പോൾ മാർത്തോമാ സഭയുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിസ്തുലമായ നേതൃത്വവും സംഭാവനകളും നൽകിയ മാത്യൂസ് മാർ അത്താനാസ്യോസ് തിരുമേനി അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു പറഞ്ഞ വാചകം ശ്രദ്ധേയമായിരുന്നു. മലങ്കരയുടെ മെത്രാൻ സ്ഥാനം നിനക്ക് തരാം, നിന്റെ പ്രായം എനിക്ക് തന്നാൽ മതി. മാത്യൂസ് മാർ അത്താനാസ്യോസ് തിരുമേനിയുടെ മെത്രാൻ സ്ഥാന വാഗ്ദാനം ദൈവവാഗ്ദാനത്തിൻ്റെ ഒരു വെളിപ്പെടൽ കൂടിയായിരുന്നുവെന്ന് പിന്നീട് ചരിത്രം തെളിയിച്ചു. തിരുമേനിയുടെ പ്ലസൻറ്റ് സ്മൈൽ, ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് പീപ്പിൾ വിൽ ഓൾവേസ് റിമെമ്പർ അബൌട്ട് ഹിം. അതുപോലെ തന്നെ വളരെയധികം ചിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു തിരുമേനി. പൊട്ടിച്ചിരിക്കുന്ന ഒരാളായിരുന്നു. 2 കല്യാണം കഴിച്ച ആളിനോട് ആദ്യത്തെ ഭാര്യയോടുള്ള ജീവിതമാണ് രണ്ടാമത്തെ ഭാര്യയോടുള്ള ജീവിതമാണ് നല്ലത് എന്ന് ചോദിച്ചാൽ അങ്ങനെ കല്യാണം കഴിച്ചല്ലോ എന്ന് ചിന്തിച്ചു. തിരുമേനിയുടെ മാരാമൺ കൺവെൻഷൻ്റെ ഒരു പ്രസംഗം തന്നെ തിരുമേനി ഒരു സിനിമാ പാട്ടിൻ്റെ ഈരടികൾ പാടിയിട്ട് തിരുമേനി അതിൻ്റെ ഇടയ്ക്ക് ചിരിക്കുന്നതായിട്ടും യുവജനങ്ങളുടെ ഹരമായി മാറിയിരിക്കുന്ന ഒരു പടമുണ്ട്. ഉസ്താദ് ഹോട്ടൽ എന്നാണ് അതിൻ്റെ പേര്. അതിലെ രസകരമായ ഒരു ഗാനമുണ്ട്. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്കു ചുട്ടമായി അമ്മായി ചുട്ടതു മരുമോനക്കായി, അമ്മായി കൊച്ചമ്മായി മരുമോൻ്റെ കൊച്ചമ്മായി കച്ചവടം പൊട്ടിയപ്പം വട്ടായിപ്പോയി. ഇതിലെ ഈ ഉസ്താദ് ഹോട്ടലിലെ അമ്മായി മാത്രമേ വട്ടായി പോയുള്ളൂ. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ഥിരതയില്ലാതിരിക്കുന്ന ജനങ്ങളുടെ വലിയ ഒരു കൂട്ടമാണ് കാണുന്നത്. ഒന്നിനും ഒരു സ്ഥിരതയില്ല, വിശ്വാസത്തെ സ്ഥിരതയില്ല. ഇന്ന് മാർത്തോമാ സഭയിൽ, നാളെ പെന്തിക്കോസ്ത് സഭയിൽ. 2 ദിവസം കഴിയുമ്പോൾ അവരെ വീണ്ടും ഓടി ഇവിടെ വരും. അമ്മയെ കുഴിച്ചിട്ടുണ്ടെങ്കിലും അപ്പനെ കുഴിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പോയി പ്രാർത്ഥിക്കും. സ്ഥിരതയില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥിരതയില്ല, സഭാംഗങ്ങൾക്ക് സ്ഥിരതയില്ല. ഇങ്ങനെയുള്ള ഒരു അസ്ഥിരതയുടെ കാലത്ത് ശരിയായ സാക്ഷ്യം, സത്യ സാക്ഷികൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പെരുമ്പാവൂർ ആശ്രമം സ്കൂളും അതിൻ്റെ അന്തരീക്ഷവും ഹൃദ്യമായിരുന്നെങ്കിലും അധ്യാപക ശുശ്രൂഷയിൽ തുടരുക എന്നതിനേക്കാൾ ഒരു പൂർണ്ണസമയ ദൈവദാസനായി ശുശ്രൂഷ ചെയ്യുകയാണ് തന്നെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്ന ചിന്ത ഉമ്മൻ കോരുത്ത് എന്ന അധ്യാപകനെ വിട്ടുപിരിയാതെ കൂടെ കൂടിയിരുന്നു. ആ നാളുകൾ മാനസിക സംഘർഷത്തിൻ്റെ നാളുകളായിരുന്നു. ആശ്രമ മൈതാനിയിൽ രാത്രിയുടെ യാമങ്ങളിൽ ആ അധ്യാപകൻ പ്രാർത്ഥനാനിരതനായി. ഒരു ദിവസം അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ആശ്രമ മൈതാനത്തിരുന്ന് പ്രാർത്ഥനയിൽ ജാഗരിക്കുമ്പോൾ ചുറ്റും ഒരു പ്രകാശം മിന്നുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. യേശുക്രിസ്തു സമീപേ കൂടി കടന്നു പോകുന്ന ഒരു പ്രതീതി ഉളവായി. എൻ്റെ പിന്നാലെ വരിക എന്നൊരാഹ്വാനവും കർത്താവ് തന്നോട് നൽകുന്നതായി അനുഭവപ്പെട്ടു. പിന്നെ ഒട്ടും താമസിച്ചില്ല. ഉമ്മൻ കോരുത്ത് എന്ന അധ്യാപകൻ നേരെ തൻ്റെ മുറിയിൽ ചെന്ന് ഒരു കടലാസെടുത്ത് ആശ്രമം സ്കൂളിലെ ഉദ്യോഗം രാജിവെച്ചതായി ഹെഡ്മാസ്റ്റർ തോമസ് പി മാത്യു സാറിന് എഴുതിക്കൊടുത്തു. മറ്റൊരു കടലാസിൽ ദൈവശാസ്ത്ര പഠനത്തിന് പോയാൽ കൊള്ളാം എന്ന താൽപ്പര്യം വെളിപ്പെടുത്തിക്കൊണ്ട് യൂഹാനോൻ തിരുമേനിക്ക് ഒരു കത്തെഴുതി. അങ്ങനെയാണ് അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് ജബൽപൂർ ലിയണേർഡ് തിയോളജിക്കൽ കോളേജിൽ ചേർന്നത്. ജബൽപൂരിലെ ഉമ്മൻ കോരുത്ത് എന്ന വൈദിക വിദ്യാർത്ഥി പ്രതിഭയുടെ പ്രകാശം കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ അധികം താമസമുണ്ടായില്ല. ജബൽപൂർ കോളേജിലെ ഇന്റർ ഹോസ്റ്റൽ പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ അഭിനന്ദിക്കാൻ മുന്നിൽ നിന്നവരിൽ വൈസ് ചാൻസലർ ഡോക്ടർ AV ആശീർവാദവും ഉണ്ടായിരുന്നു. ദൈവശാസ്ത്ര പണ്ഡിതനാണ് നമ്മുടെ തിയോഫിലോസ്. ഈ ചില ആളുകൾക്ക് അവാർഡുകൾ കൂട്ടിക്കിട്ടുന്ന പോലെ അദ്ദേഹത്തിന് ഡോക്ടറേറ്റിന്റെ പുറകെ ഡോക്ടറേറ്റ് അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. ഡോക്ടറാണ് താനും സുഖക്കെട്ട് ധാരാളം ഉണ്ട്. ഇവരൊക്കെ ഉള്ളിടത്ത് വേദപുസ്തകം വായിക്കാൻ എനിക്കുള്ള ഏക യോഗ്യത ദൈവത്തെ ഞാൻ അറിയും, ദൈവം എന്നെയും അറിയും, അത്രയേ ഉള്ളൂ. ജബൽപൂരിലെ വൈദിക പരിശീലനം പൂർത്തീകരിച്ച ശേഷം
1966 മെയ് 5 ഷമ്മാഷനായും 1966 ജൂലൈ 7 കശീഷയായും പട്ടം കെട്ടി. എന്നാൽ പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച പുത്തനച്ഛനെ ഇടവകയിലേക്ക് അയക്കാതെ പഴയ പ്രവർത്തന രംഗമായിരുന്ന പെരുമ്പാവൂർ ആശ്രമം സ്കൂളിലേക്ക് തന്നെയാണ് യൂഹാനോൻ തിരുമേനി നിയോഗിച്ചത്. അവിടെ അധ്യാപകൻ, ചാപ്ലിൻ, ബോർഡിംഗ് സൂപ്രണ്ട് എന്നീ നിലകളിൽ 3 വർഷക്കാലം പ്രവർത്തിച്ചു. 3 വർഷം കഴിഞ്ഞപ്പോൾ യൂഹാനോൻ തിരുമേനി ഉമ്മൻ കോരുതച്ചനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: മൈസൂരിൽ നമുക്കൊരു സ്കൂളുണ്ട്. നല്ല സാധ്യതയുള്ളതാണ്. ഒരു ചെറിയ ഇടവകയാണ്. അവർക്ക് മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല. ഫോർ സെയിൽ എന്ന ബോർഡ് വെച്ച് വിൽപ്പനക്കിട്ടിരിക്കുകയാണ്. കൊച്ചച്ഛൻ അവിടേക്കൊന്ന് പോകണം. ഒന്നുകിൽ അത് വിൽക്കണം, അല്ലെങ്കിൽ നല്ലൊരു സ്കൂളാക്കി വളർത്തണം. അതൊരു വെല്ലുവിളിയായി സ്വീകരിച്ച് കൊച്ചച്ഛൻ അവിടേക്ക് പോയി. പിന്നെ നാം കാണുന്നത് ഫോർ സെയിൽ എന്ന ബോർഡ് തൂങ്ങിക്കിടക്കുന്ന ഒരു സ്ഥാപനമായിട്ടല്ല, ആ ദേശത്തിനാകെ വെളിച്ചം ചുരിഞ്ഞുകൊണ്ട് തണ്ടിന്മേൽ വെച്ച വിളക്കായി ശോഭിക്കുന്ന ഒരു പ്രശസ്ത സ്കൂളായിട്ടാണ്. അവിടെ നിന്നും തിരുമേനി അച്ഛനെ അയച്ചത് അമേരിക്കയിലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനത്തിനായിരുന്നു. പഠനത്തോടൊപ്പം ന്യൂയോർക്കിലുള്ള CSI മാർത്തോമാ സഭാംഗങ്ങൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിനും ചുമതലപ്പെടുത്തിയിരുന്നു. തിരുമേനിയുടെ പ്രിൻസ്റ്റണിലെ പഠനം വിശാലമായ ലോകത്തെ കൂടുതലായി മനസ്സിലാക്കുന്നതിനും ഉന്നതമായ ദർശനങ്ങളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നതിനും സഹായിച്ചു എന്നത് തിരുമേനിയുടെ എക്കാലത്തെയും ഒരു അനുഭവ സാക്ഷ്യം കൂടിയായിരുന്നു. ഉപരിപഠനം പൂർത്തീകരിച്ച ശേഷം മുംബൈ സാന്താക്രൂസ് ഇടവകയുടെ വികാരിയായും പിന്നീട് കോഴഞ്ചേരി മാർത്തോമാ ഇടവകയുടെ വികാരിയായും ശുശ്രൂഷ അനുഷ്ഠിച്ചു. 1980 കോഴഞ്ചേരി ഇടവകയുടെ വികാരിയായിരിക്കുമ്പോഴാണ് ഫെബ്രുവരി മാസം 8 തിരുവല്ല VGM ഹാളിൽ കൂടിയ സഭാ പ്രതിനിധി മണ്ഡലം 96% വോട്ടോടുകൂടി മാർത്തോമാ സഭയിലെ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് റവറൻ ഉമ്മൻ കോരുത് എന്ന ചേതസുറ്റ പ്രതിഭയെ തെരഞ്ഞെടുത്തത്. ആ തെരഞ്ഞെടുപ്പിലൂടെ ബഹുമുഖ പ്രതിഭയായ ഒരു ശ്രേഷ്ഠ ഇടയനെയാണ് ദൈവം മാർത്തോമാ സഭയ്ക്ക് സമ്മാനിച്ചത്. മെയ് 1 ലോക തൊഴിലാളി ദിനം മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് ഒരു സുദിനമായിരുന്നു. റവറൻ ഉമ്മൻ കോരുത് എന്നു പേരുള്ള പട്ടക്കാരനെ അഭിവന്യ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പോലീത്ത സക്രിയാസ് മാർ തെയോഫിലോസ് എന്ന നാമധേയത്തിൽ മാർത്തോമാ സഭയുടെ പുതിയ എപ്പിസ്കോപ്പയായി കരം പിടിച്ചുയർത്തിയ ദിനമായിരുന്നു. സ്ഥാനാഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുത്തവർ പലരും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു സാക്ഷ്യമുണ്ട്. തിരുവല്ല SC കുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ മദബഹായിൽ പുതിയ നിയോഗം സ്വീകരിച്ച് എപ്പിസ്കോപ്പ സ്ഥാനവസ്ത്രങ്ങൾ അണിഞ്ഞുവന്ന് നിന്നപ്പോൾ ദൈവജനം കണ്ടത് സൂര്യ തേജസ്വിയായ ഒരു മേൽപ്പട്ടക്കാരനെയായിരുന്നു. 1980 മെയ് 6 കൂടിയ മാർത്തോമാ സഭാ പ്രതിനിധി മണ്ഡലത്തിൽ വച്ചാണ് സ്ഥാത്തിക്കോൻ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പോലീത്ത അഭിനവ എപ്പിസ്കോപ്പയ്ക്ക് നൽകിയത്. ആ മണ്ഡലയോഗത്തിൽ ചെയ്ത പ്രസംഗത്തിൽ അഭിനവ എപ്പിസ്കോപ്പ ഇപ്രകാരം പറഞ്ഞു: മെത്രാപ്പോലീത്ത എനിക്ക് നൽകിയിരിക്കുന്ന നാമത്തിന്റെ ആദ്യ ഭാഗം പഴയ നിയമത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സഖറിയ എന്ന എബ്രായ പദത്തിനർത്ഥം ദൈവം ഓർക്കുന്നു എന്നാണ്. തെയോഫിലോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ സ്നേഹിതൻ എന്നാണ്. ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന നിലയിൽ മാത്രം ദൈവം എന്നെ ഓർക്കുന്നതിനും ജനങ്ങളാൽ ഓർമ്മിക്കപ്പെടുന്നതിനും ഞാൻ ഈ വസ്തുത ഓർമ്മിച്ച് എന്നും ജീവിക്കുന്നതിനും ഇടയാകണമേ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. 2015 ഡിസംബർ 27 തന്റെ ജീവിത നിയോഗം പൂർത്തീകരിച്ച തിരുമേനിയുടെ ശുശ്രൂഷാകാലം
ആ പ്രാർത്ഥനയുടെ സാഫല്യം തന്നെയായിരുന്നു. 1980 മെയ് 1 തീയതി സഭയിലെ എപ്പിസ്കോപ്പ ആയ ശേഷം ആദ്യം നിയമിതനായത് അടൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ മേലധ്യക്ഷനായിട്ടാണ്. മനസ്സലിവിന്റെ തമ്പുരാനായ യേശുക്രിസ്തുവിന്റെ ശരീരമായ സഭയിലെ ശുശ്രൂഷ മനസ്സലിവോടുകൂടി നിർവഹിക്കുന്നതിൽ തിരുമേനി എന്നും ശ്രദ്ധിച്ചിരുന്നു. ശാരീരികമായി പരിമിതികളുള്ളവർക്കുള്ള പത്തനാപുരം ആശാഭവൻ, ജോലിയുമായുള്ള ബന്ധത്തിൽ പത്തനംതിട്ടയിൽ പ്രവർത്തിക്കേണ്ടി വരുന്ന പെൺകുട്ടികൾക്കായുള്ള വനിതാ ഹോസ്റ്റൽ, കോട്ടയത്ത് മാങ്ങാനത്തുള്ള മദ്യവിമുക്ത ശുശ്രൂഷാ കേന്ദ്രമായ മോചന, ഡോക്ടർ തോമസ് മാർ അത്തനേഷ്യസ് സഫ്രഗൻ മെത്രാപ്പോലിത്തയുടെ ദർശനങ്ങളും ആദർശങ്ങളും കാഴ്ചപ്പാടുകളും സ്മരണകളും നിലനിർത്തുവാനായുള്ള മാങ്ങാനത്തുള്ള തോമസ് മാർ അത്തനേഷ്യസ് ഓറിയന്റേഷൻ സെന്റർ, ഗിരിവർഗക്കാരായ കുട്ടികൾക്ക് വേണ്ടി തൃക്കാക്കരയിൽ പണികഴിപ്പിച്ച ഗിരിദീപ്തി ഹോസ്റ്റൽ, കാക്കനാട്ടുള്ള മാർത്തോമ പബ്ലിക് സ്കൂൾ, ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ നരസാപുരം മിഷൻ ഫീൽഡും അവിടെയുള്ള സ്കൂളും, ക്യാൻസർ രോഗികളുടെയും അവരുടെ കുടുംബാംഗങ്ങളെയും കരുതുന്ന കരുതൽ, ഉപരിപഠനത്തിന് സാമ്പത്തിക ക്ലേശമുള്ള കുട്ടികളെ സഹായിക്കുന്നതിനായുള്ള ഹയർ എഡ്യൂക്കേഷൻ ലോൺ പ്രോജക്റ്റ്, ദളിതർക്ക് സഹായഹസ്തമേകുന്ന ദളിത് ഡെവലപ്മെന്റ് പ്രോജക്റ്റ്, ചെങ്ങന്നൂർ ഭദ്രാസന കൺവെൻഷൻ വേദിയായ തരംഗം എന്നിങ്ങനെയുള്ള അനേകം സ്ഥാപനങ്ങളും പ്രോജക്റ്റുകളും തിരുമേനിയുടെ ദർശനങ്ങളുടെ സാക്ഷാത്കാരങ്ങളാണ്. ഭദ്രാസനത്തിനുള്ളിൽ തൃക്കുന്നപ്പുഴ മുതൽ വെള്ളപ്പാറ വരെയുള്ള ആ മേഖലയിലെ ഇടവുകൾ നടക്കുന്ന മിഷൻ പ്രവർത്തനങ്ങളുണ്ട്. എന്നാൽ ആന്ധ്രാപ്രദേശത്തെ കടപ്പായിക്ക് അടുത്ത നരസാപുരം എന്ന പ്രദേശത്ത് നടത്തുന്ന മിഷൻ ഉണ്ട്. So the mission within the diocese and mission without the diocese. ഇത് രണ്ട് രീതിയിലുള്ളതാണ്. ഈ കേരളത്തിൽ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൽ തോട്ടപ്പള്ളി, തൃക്കുന്നപ്പുഴ എന്നീ തീരദേശ പ്രദേശങ്ങളുണ്ട്. അത് മുഖ്യമായിട്ടും മുക്കുവന്മാരുടെ ഇടയിലാണ്. കുഞ്ഞുങ്ങളുടെ പഠനം, സ്ത്രീകളുടെ തൊഴിൽ പരിശീലനം, സുവിശേഷ പ്രചരണം, രോഗികളുടെ സംരക്ഷണം തുടങ്ങി നിരവധി മേഖലകളെ സ്പർശിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകളുടെ മധ്യത്തിൽ സഭ സാക്ഷ്യം വഹിക്കുന്നു. തുടർന്ന് പാണ്ഡവൻപാറ, പെരിങ്ങാല, പൂപ്പരുത്തി എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷകർ താമസിച്ചുകൊണ്ട് അവിടെയുള്ള ജനങ്ങളുടെ ഇടയിൽ, മുഖ്യമായും അക്രൈസ്തവരായിരിക്കുന്ന പാവപ്പെട്ട ആളുകളാണ്, അവരുടെ ഇടയിൽ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ എടുത്തും മദ്യവിമുക്ത പ്രവർത്തനങ്ങളിലും സ്ത്രീകൾക്ക് വേണ്ട പരിശീലനം തയ്യലിലും മറ്റും കൊടുത്ത് അവരുമായിട്ട് ബന്ധപ്പെട്ടവരെയൊക്കെയും ദൈവകൃപയിൽ പരിപാലിക്കുന്നതിനെ ശ്രമിക്കുന്നുണ്ട്. ഡെൻമാർക്കിൽ നടന്ന അഖിലലോക സഭാ കൗൺസിലിന്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ തിരുമേനിയുടെ ഹൃദയത്തിൽ രൂപകൽപ്പന ചെയ്ത പ്രോജക്റ്റാണ് ശാന്തിഗിരി. ശാന്തിഗിരി ശാന്തിയുടെ ഗിരി മാത്രമല്ല, അനേകരെ ശാന്തിയിലേക്ക് നയിക്കുന്ന ഒരു ധ്യാന കേന്ദ്രവും ചുറ്റുപാടുമുള്ളവർക്ക് സഹായഹസ്തമേകുന്ന ഒരു സേവന കേന്ദ്രം കൂടിയായി ഇന്ന് ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിഗിരി ആശ്രമം ആലുവ ഇടത്തല ഗ്രാമത്തിലുള്ള മനോഹരമായ ഒരു കുന്നിൻ പുറത്ത് സ്ഥാപിച്ചിട്ടുള്ളതാണ്. സഭയെയും സമൂഹത്തെയും വളരെയേറെ അതിൻ്റെ സംസ്കാരത്തിലും ആധ്യാത്മിക ചൈതന്യത്തിലും പുഷ്ടമാക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ് ശാന്തിഗിരി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ശാന്തിഗിരിക്ക് ഒരു തീമുണ്ട്,
പീസ് ഇൻ ഹാർമണി. ഒരു തീം സോങ് ഉണ്ട്, ശാന്തി തൻ കേദാരമേ നിന്നിൽ ശാന്തി തേടിയിടുന്നു ഞാൻ. ശാന്തി തൻ കേദാരമേ നിന്നിൽ ശാന്തി തേടിയിടുന്നു ഞാൻ. ശാന്തി തൻ കേദാരമേ നിന്നിൽ ശാന്തി തേടിയിടുന്നു ഞാൻ. ശാന്തമാക്കൻ മാനസം എന്നിൽ ശാന്തിയേകും യേശുവേ. ശാന്തമാക്കൻ മാനസം എന്നിൽ ശാന്തിയേകും യേശുവേ. ശാന്തി വലിയ ചാലകേന്ദ്രമായി ഒരു കോൺഫറൻസ് സെന്ററായി ഒക്കെ വളർത്തിക്കൊണ്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാം ഉപയുക്തമായ രീതിയിൽ ഒരു നല്ല സങ്കേതമായിട്ട് ഇത് വളർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. NCCIയിലും അഖിലലോക സഭാ കൗൺസിലിലും അനുഗ്രഹീതമായ സാന്നിധ്യമേകി പ്രവർത്തിക്കുവാൻ തിരുമേനിക്ക് അവസരം ലഭിച്ചു. 15 സംവത്സരം അഖിലലോക സഭാ കൗൺസിലിൻ്റെ 20 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും 150 അംഗ സെൻട്രൽ കമ്മിറ്റിയിലും മാർത്തോമാ സഭയെ പ്രതിനിധീകരിച്ച് പ്രവർത്തിക്കുവാനുള്ള അസുലഭമായ ഭാഗ്യം തിരുമേനിക്ക് ലഭിച്ചു. ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായും തിരുമേനി പ്രവർത്തിച്ചിട്ടുണ്ട്. അടൂർ മാവേലിക്കര, കോട്ടയം റാന്നി, മലബാർ കുന്നംകുളം, സൗത്ത് സോൺ ഓഫ് ബോംബെ ഡൽഹി, മലേഷ്യ സിംഗപ്പൂർ ഓസ്ട്രേലിയ, കോട്ടയം കൊച്ചി, നോർത്ത് അമേരിക്ക യൂറോപ്പ്, മദ്രാസ് കൽക്കട്ട, ചെന്നൈ ബാംഗ്ലൂർ, ചെങ്ങന്നൂർ മാവേലിക്കര എന്നീ ഭദ്രാസനങ്ങളുടെ അധ്യക്ഷനായി തിരുമേനി ശ്രദ്ധേയമായ നേതൃത്വം നൽകി. മാർത്തോമാ സഭയുടെ മിക്കവാറും എല്ലാ പ്രസ്ഥാനങ്ങൾക്കും വിവിധ സമിതികൾക്കും നേതൃത്വം നൽകിയ തിരുമേനി സഭയുടെ ഔദ്യോഗിക നാവായ മലങ്കര സഭാതാരകയുടെ ചെയർമാനായും ദീർഘകാലം ശ്രേഷ്ഠമായ നേതൃത്വം നൽകി. വേൾഡ് വിഷൻ ഓഫ് ഇന്ത്യ, ECC ബാംഗ്ലൂർ, നാഷണൽ മിഷണറി സൊസൈറ്റി, ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറി, ദൈവശാസ്ത്ര സാഹിത്യ സമിതി എന്നിവയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള തിരുമേനി എക്യൂമിനിസത്തിന്റെ ശക്തനായ വക്താവായിരുന്നു. നിലയ്ക്കൽ എക്യൂമിനിക്കൽ ട്രസ്റ്റിന്റെ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നോർത്ത് അമേരിക്ക യൂറോപ്പ് ഭദ്രാസനത്തിൻ്റെ എപ്പിസ്കോപ്പായിരിക്കുമ്പോൾ അന്നത്തെ ഒരു പ്രത്യേക പരിതസ്ഥിതി എപ്പിസ്കോപ്പസിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കോടതി പരാമർശനം ഉണ്ടാകേണ്ടി വന്ന സാഹചര്യം. സഭയുടെ ഭാവിയെ കരുതി അന്ന് തിരുമേനി കൈക്കൊണ്ട തീരുമാനവും കോടതി മുറിയിൽ വളരെ സമചിത്തതയോടെ സഭയുടെ ഭരണഘടന ഉദ്ധരിച്ച് സംസാരിച്ചതും എല്ലാം വളരെ അഭിമാനത്തോടെ ഓർക്കുന്നു. 10-15